താമരത്തണലിൽ തലസ്ഥാനം ആര് ഭരിക്കും? ആരാകും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ? നിർണായകമായ യോഗം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനീഷ് ചേർന്നുണ്ട്. വിനീഷ്, ഏതായാലും നിർണായകമായ യോഗം പുരോഗമിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്? വിഷ്ണു, ഡെപ്യൂട്ടി മേയറെയും തീരുമാനിക്കാനുള്ള നിർണായകമായ യോഗം തന്നെയാണ് ഇപ്പോൾ BJP ജില്ലാ കാര്യാലയത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 50 കൗൺസിലർമാരും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും. നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഡൽഹിയിലെത്തി BJP ദേശീയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJP രാഷ്ട്രീയമായി തന്നെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറെ മുന്നേറ്റം കാഴ്ചവെച്ച നഗരസഭയാണ് അല്ലെങ്കിൽ കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, അതിലൂടെ കേരളത്തിൽ ആകമാനം BJPയുടെ വികസന രേഖ കേരളത്തിൽ ആകമാനം കൊണ്ടുവന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ അതൊക്കെ തന്നെയാണ് BJP രാഷ്ട്രീയമായി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനത്തേക്ക് രാഷ്ട്രീയപരമായി ഇടപെടൽ നടത്താവുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരുമെന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. വരും മണിക്കൂറുകളിൽ വൈകുന്നേരം 6 മണിയോടുകൂടി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തും. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് അതിനു മുമ്പായി തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ 50 കൗൺസിലർമാർ എത്തുന്നതോടുകൂടി യോഗം ആരംഭിക്കും. യോഗം ആരംഭിച്ചതിന് ശേഷം വിപ്പ് നൽകും. ഈ വിപ്പ് നൽകുന്ന ഘട്ടത്തിലായിരിക്കും പൂർണ്ണമായും ആരായിരിക്കും NDAയുടെ മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി എന്ന സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ഒപ്പം തന്നെ 2 സ്വതന്ത്രന്മാർ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ സാധിക്കുന്നത് BJP 50 സീറ്റിൽ 29 സീറ്റിൽ LDF, 19 സീറ്റിൽ UDF, 2 സ്വതന്ത്രന്മാർ. അങ്ങനെയാണ് ഇപ്പോഴത്തെ സീറ്റ് നില തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രന്മാർ BJPയെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും. പ്രത്യേകിച്ച് വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ BJPയോടൊപ്പം കൂടാൻ സ്വതന്ത്രന്മാർ തയ്യാറാക്കും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് നിർണായകമായി ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ഏറ്റവും പ്രധാനം എന്ന് എടുത്തു പറയാൻ സാധിക്കുന്നത് NDA സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ്. അല്പസമയത്തിനകം തന്നെ ആ NDAയുടെ മേയർ സ്ഥാനാർത്ഥി ആരാകും, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആരാകും എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാകും. അല്പസമയത്തിനകം തന്നെ കൗൺസിലർമാർക്ക് വിപ്പ് ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ കൈമാറും. അതോടുകൂടി തന്നെ ഈ വിപ്പ് നൽകുന്ന സമയത്ത് തന്നെ കൃത്യമായി റിലീസ് മുഖേന ഇത് ആരായിരിക്കും BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും മേയർ സ്ഥാനാർത്ഥിയും എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപം BJP നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJPക്കുള്ളിൽ സംഘടനാ തലത്തിൽ തീരുമാനമെടുക്കുന്നതാണ് ഡെപ്യൂട്ടി മേയറുടെയും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ. അതിൽ യാതൊരു വിധമായ ആശയക്കുഴപ്പവും BJPക്കുള്ളിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ചില മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് BJP നേതാക്കൾ ഇപ്പോൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം BJP അടിസ്ഥാനപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് വന്ന കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിൽ BJPക്ക് ഭരണത്തിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യബോധത്തെ തകർക്കുന്ന തരത്തിൽ സാധാരണഗതിയിൽ മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികളെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ കേരളത്തിലെ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ആശയക്കുഴപ്പം സൃഷ്ടിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടു. അത്തരത്തിൽ ആ നിലപാടുകളെ പൂർണ്ണമായും എതിർക്കുന്നു എന്ന നിലപാട് തന്നെയാണ് BJP നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും ഔദ്യോഗികമായ ഒരു തീരുമാനം മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും ആരാണ് എന്ന് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഇപ്പോൾ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ യോഗം തിരുവനന്തപുരം ഞാൻ നിൽക്കുന്ന ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വിപ്പ് BJP ജില്ലാ അധ്യക്ഷൻ ഈ കൗൺസിലർമാർക്ക് നൽകും. അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥികൾ NDAയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികൾ മേയർ സ്ഥാനാർത്ഥി ആര്, ഡെപ്യൂട്ടി മേയർ ആരാണ് എന്നെ സംബന്ധിച്ചുള്ള കൃത്യമായ സ്ഥാനാർത്ഥി ആരാണെന്ന വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അത് ഔദ്യോഗികമായി തന്നെ BJP അല്പസമയത്തിനകം തന്നെ അറിയിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീഷ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയൊരു ആകാംക്ഷയിൽ തന്നെയാണുള്ളത് ആരാകും ആ മേയർ സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം. എന്നിരുന്നാൽ കൂടിയും ഇതിനോടകം തന്നെ ചില പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സാധ്യതകളൊക്കെ തന്നെയും പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായി. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്, നമുക്കറിയാം മറ്റ് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഒക്കെ തന്നെയും പല തമ്മിലടികൾ കാണിക്കുമ്പോൾ ഇപ്പോൾ BJP കൃത്യമായൊരു മാതൃകാപരമായി ഓരോ ഘട്ടവും അതിൻ്റെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി തന്നെയല്ലേ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്?
തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു നിലപാട് തന്നെയാണ് BJP സ്വീകരിക്കുക. ഐക്യകണ്ഠേനായിരിക്കും BJP സ്ഥാനാർത്ഥിത്വത്തെ പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചു എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപമാണ് BJP നേതാക്കൾ ഇപ്പോൾ പ്രധാനമായും ഉയർത്തുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഇപ്പോൾ സാധ്യതാ പട്ടികകൾ എന്ന് പറയുന്നത് മുതിർന്ന BJPയുടെ നിരവധി കൗൺസിലർമാരുണ്ട്. ആ കൗൺസിലർമാർ ഉള്ള സാഹചര്യത്തിൽ തന്നെ അത്തരത്തിലുള്ള സാധ്യതാ പട്ടിക സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ BJP എപ്പോഴും ഒരു ട്വിസ്റ്റ് പല ഘട്ടങ്ങളിലും നടത്തുന്ന ഒരു പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ്. പ്രത്യേകിച്ച് ഏറ്റവും താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരനായ പ്രവർത്തകനെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് എത്തിക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് BJP. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ തന്നെയായിരിക്കും BJP ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDAയുടെ മേയർ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാരണവശാലും പ്രത്യേകിച്ച് നമുക്ക് BJPയുടെ ദേശീയ അധ്യക്ഷനെ പോലും ഈ ഒരു കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ പ്രഖ്യാപനം അത് ഏറ്റവും രഹസ്യാത്മകമായിരിക്കും. ആ തീരുമാനങ്ങൾ ഏറ്റവും രഹസ്യാത്മകമായിരിക്കും. അത് പ്രത്യേകിച്ച് കൗൺസിലർമാർ മുന്നിൽ അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും അന്തിമമായ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാരമ്പര്യം പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് 3-4 വട്ടം കൗൺസിലർമാരായ നിരവധി കൗൺസിലർമാർ തിരുവനന്തപുരത്ത് ഇപ്പോൾ വീണ്ടും BJPയുടെ NDAയുടെ ഭാഗമായി വിജയിച്ച് വന്നിട്ടുണ്ട്. അവരിൽ ആരായിരിക്കുമോ അല്ലെങ്കിൽ പുതുമുഖങ്ങളായ ആരെങ്കിലും ആയിരിക്കുമോ എന്നതൊക്കെ നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യതാ പട്ടിക പോലും നമുക്ക് പറയാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല. എന്തായിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ വരുന്ന ഒരു അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ആരൊക്കെയായിരിക്കും NDAയുടെ മേയർ സ്ഥാനാർത്ഥി, ആരാണ് NDAയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീഷ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ആ ഒരു വിവരത്തിനായി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതൊരു ഔദ്യോഗിക അറിയിപ്പായി തന്നെ വേണം പുറത്തു വരാൻ. എന്നിരുന്നാൽ കൂടി മാത്രമേ നമുക്കത് കൃത്യമായി നമുക്കത് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കൂ. എന്തായാലും അഭ്യൂഹങ്ങൾക്കൊന്നും ഇവിടെ നമ്മൾ ഇട കൊടുക്കുന്നില്ല. മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെയും ചില അഭ്യൂഹങ്ങളൊക്കെ തന്നെയും പടച്ചുവിടുന്നുണ്ട്. എന്നാൽ അതിലൊന്നും നമ്മൾ നിൽക്കുന്നില്ല. കൃത്യമായി അതിലൊരു അറിയിപ്പ്, ഔദ്യോഗികമായ ഒരു അറിയിപ്പിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ജനങ്ങളും കാത്തിരിക്കുന്നുണ്ട് ആരാകും മേയർ എന്നുള്ളൊരു കാര്യം. നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ശക്തമായ നിലപാട് തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നാരി ശക്തിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നത്. അത്തരത്തിൽ വനിതകളുടെ വളരെ വലിയൊരു വിജയം തന്നെ നമ്മൾ കണ്ടിരുന്നു. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ പോലും ഇവിടെയും വനിതകൾക്ക്, യുവാക്കൾക്കൊക്കെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയാകില്ലേ പുറത്തു വരിക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തവണ ജനറൽ സീറ്റാണ്, പ്രത്യേകിച്ച് മേയർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ജനറൽ സീറ്റാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആ സീറ്റ് വനിതാ സീറ്റിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയാണെങ്കിൽ അത് വനിതയായിരിക്കണം എന്ന റിസർവേഷൻ ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വനിതയെ മാത്രമേ പരിഗണിക്കാവൂ എന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് BJP യുവാക്കൾക്കായിരിക്കുമോ അല്ലെങ്കിൽ മറ്റൊരു വനിതയ്ക്കായിരിക്കുമോ പ്രധാനമായും ഒരു സാന്നിധ്യം ഇത്തവണ NDAയുടെ മേയർ കാൻഡിഡേറ്റ് എന്ന സാന്നിധ്യം നൽകുക എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും വരും മണിക്കൂറുകളിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് BJPയുടെ ഭാഗത്തു നിന്ന് തന്നെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൗൺസിലർമാരുടെ യോഗം BJP ജില്ലാ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ തുടരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ റിലീസ് മുഖേനയായിരിക്കും, അല്ലെങ്കിൽ BJP ജില്ലാ അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏത് തരത്തിലായിരിക്കും മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനം എന്നത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായിരുന്നാലും ഈ കൗൺസിലർമാരുടെ യോഗം അല്പസമയത്തിനകം അവസാനിക്കും എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം ഈ കൗൺസിലർമാരുടെ യോഗത്തിൽ പ്രധാനമായും ജില്ലാ അധ്യക്ഷൻ വിപ്പ് നൽകുന്ന നടപടിക്രമമാണ്. ആ നടപടിക്രമം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വിനീഷ സൂചിപ്പിച്ചതുപോലെ നിർണായകമായ നടപടിക്രമങ്ങൾക്ക് തന്നെയാണ് കാത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ ആ കൃത്യമായ ഒരു അറിയിപ്പ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ആരാകും കോർപ്പറേഷൻ മേയർ ആവുക, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആരാകും എന്നുള്ള കൃത്യമായ വിവരങ്ങൾക്ക് തന്നെയാണ് കാത്തിരിക്കുന്നത്. വിനീഷ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് എത്ര സമയം നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അത് ഇനിയും നീളുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്.
അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സമയത്താണോ പ്രഖ്യാപനം ഉണ്ടാകുക എന്നത് നമുക്ക് അറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമുക്ക് BJPയുടെ ജില്ലാ അധ്യക്ഷനുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ്. നിലവിൽ ഈ ഒരു യോഗം പ്രത്യേകിച്ച് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും അവർക്ക് വിപ്പ് നൽകുന്ന നടപടിക്രമം നടക്കും. ഈ യോഗത്തിൽ അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുക എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചരിത്ര വിജയമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഇത്തവണ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വികസനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികസനോന്മുഖ പദ്ധതികൾ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ വികസന പദ്ധതികൾ ഏതൊക്കെ തരത്തിലാകണം എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അത് BJP നൽകുന്ന ഒരു സാഹചര്യം ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ ഒരു വികസന രേഖയായി മുന്നിൽ വയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വലിയ നേട്ടം തന്നെയാണ് ഇത്തവണത്തെ BJPയുടെ ഇത്തവണത്തെ വിജയം എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വികസനോന്മുഖമായ കാഴ്ചപ്പാടോടുകൂടി അത്തരത്തിലുള്ള തീരുമാനവുമായി BJP മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായ ഒരു നിലപാട് BJP കൈക്കൊള്ളും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നിലപാടുണ്ടായി അല്ലെങ്കിൽ കൗൺസിലിൽ നേരത്തെ പാരമ്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിക്കായിരിക്കും പ്രധാനമായും ഇത്തരത്തിൽ ആ വ്യക്തിയായിരിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനറൽ സംവിധാനത്തിൽ ഉള്ളത് മേയർ സ്ഥാനാർത്ഥിത്വമാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിത്വം വനിതാ സംവരണത്തിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും വനിതാ മുഖങ്ങളായി BJP ഉയർത്തിക്കാട്ടുമോ അതോ ഒരു പുരുഷനെയും ഒരു വനിതയും മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ BJPയുടെ പ്രഖ്യാപനം ഉണ്ടാകും. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ NDAയുടെ മേയർ സ്ഥാനാർത്ഥിക്കപ്പുറം മേയർ ആരാക്കും എന്നത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നാളെ ആണ് മേയർ തിരഞ്ഞെടുപ്പ് നടക്കുക. എന്തായിരുന്നാലും നാളെ 10:30 മണിയോടുകൂടി മേയർ തിരഞ്ഞെടുപ്പിനുള്ള തുടക്കം കുറിക്കും. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ മേയർ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ച തന്നെയാണ് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്.